ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 6-ാം വാക്യം. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. കനത്ത മഞ്ഞുവീഴ്ചയിൽ ഒരു ദിവസം അമേരിക്കയിലെ വാർത്താവിനിമയ ബന്ധങ്ങളെല്ലാം തകരാറിലായി. ആ രാത്രിയിൽ ഒരു യുവതി അവളുടെ ചെറിയ കുഞ്ഞിനോടൊപ്പം ഒരു സ്ഥലത്തേക്ക് ട്രെയിനിൽ യാത്ര തിരിച്ചു. അവിടേക്കുള്ള ആദ്യ യാത്രയായതിനാൽ ഇറങ്ങേണ്ട സ്റ്റേഷൻ അവർക്ക് പരിചിതമായിരുന്നില്ല. അവരുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിയ ഒരു സഹയാത്രികൻ അവർക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ കാണിച്ചു കൊടുക്കാം എന്ന് സമ്മതിച്ചു. കനത്ത മഞ്ഞുവീഴ്ചയുടെ മധ്യത്തിലൂടെ ട്രെയിൻ മെല്ലെ നീങ്ങിക്കൊണ്ടിരുന്നു. ട്രെയിൻ ഒരു സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ സഹയാത്രികൻ യുവതിയോട് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുന്നതിന് വേണ്ടി തയ്യാറായിക്കൊള്ളുവാൻ പറഞ്ഞു. അവിടെ നിന്ന് കുറച്ച് ദൂരം മുന്നോട്ട് പോയതിന് ശേഷം ട്രെയിൻ വീണ്ടും നിന്നു. സഹയാത്രികൻ യുവതിയോട് പറഞ്ഞു, ഇതാണ് നിങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ, വേഗത്തിൽ ഇറങ്ങിക്കൊള്ളുക. അദ്ദേഹത്തിന് നന്ദി പറഞ്ഞ് യുവതി കുട്ടിയുമായി അവിടെ ഇറങ്ങി. അവിടെ നിന്ന് വേഗത്തിൽ നീങ്ങിത്തുടങ്ങിയ ട്രെയിൻ ഏറെ സമയം കഴിയും മുമ്പ് വീണ്ടും നിർത്തി. ട്രെയിൻ ഗാർഡ് ആ സ്റ്റേഷൻ്റെ പേര് വിളിച്ചു പറഞ്ഞു. അത് യുവതിക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ്റെ പേരായിരുന്നു. യുവതിയെ സഹായിച്ച യാത്രികൻ ഇത് കേട്ട് ട്രെയിൻ ആ സ്റ്റേഷനിൽ അല്പസമയം മുമ്പ് നിർത്തിയിരുന്നതായി ഗാർഡിനെ അറിയിച്ചു. ഗാർഡിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു: സർ, ആ സ്ഥലം റെയിൽവേ സ്റ്റേഷനല്ലായിരുന്നു. മഞ്ഞുവീഴ്ച കാരണം എഞ്ചിന് ചെറിയ തകരാറ് സംഭവിച്ചതുകൊണ്ട് ഞങ്ങൾ അവിടെ അല്പസമയം നിർത്തിയിട്ടതാണ്. ഇപ്പോഴാണ് ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. ഇത് കേട്ട ആ യാത്രികൻ ഉറക്കെ നിലവിളിച്ചു, ഞാൻ ആ യുവതിയെയും കുഞ്ഞിനെയും ഇറങ്ങുവാൻ സഹായിച്ചത് ശരിയായ സ്ഥലത്തല്ലല്ലോ. മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത് ആ യുവതിയുടെയും അവളുടെ മാറിൽ ഒട്ടിച്ചേർന്നിരിക്കുന്ന കുഞ്ഞിൻ്റെയും തണുത്തു മരവിച്ച മൃതശരീരങ്ങളാണ്. തെറ്റായ വഴി കാണിച്ചു കൊടുത്തതിൻ്റെ ഇരയായി അവൾ മാറി. ഇതിലും എത്രയോ വലിയ ദുരന്തമാണ് ഒരു മനുഷ്യൻ്റെ ആത്മാവിനെ വഴിതെറ്റിക്കുമ്പോൾ സംഭവിക്കുന്നത്. വളരെ അറിവുള്ളവരെന്ന് നാം കരുതുന്ന അനേകരാണ് ഇത്തരം വഴിതെറ്റിക്കുന്ന നിർദ്ദേശങ്ങൾ നൽകുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവർ മാത്രമാണ് ശരിയായ വഴിയിലൂടെ നീങ്ങുന്നത്. ദൈവവചനത്തിന് നാം ചെവി കൊടുക്കണം. അത് നമ്മെ വഴിതെറ്റിപ്പോകുന്നത് മൂലമുണ്ടാകുന്ന നാശത്തിൽ നിന്നും രക്ഷിക്കും. ഇന്നത്തെ കുറിവാക്യത്തിലെ മരണം അർത്ഥമാക്കുന്നത് ആത്മീയ മരണത്തെയാണ്, അതായത് ദൈവത്തിൽ നിന്നുള്ള വേർപാട്. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ 59-ാം അധ്യായം 2-ാം വാക്യം, നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. ക്രിസ്തുവില്ലാത്ത എല്ലാ വ്യക്തികളുടെയും സ്വാഭാവിക മനസ്സ് സ്വയം സന്തോഷിക്കുവാൻ ഉതകുന്ന കാര്യങ്ങളിലാണ് പതിക്കുന്നത്. ഏക സത്യദൈവവുമായി ഈ കാര്യങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. അത് അവനോട് എതിർത്ത് നിൽക്കുന്ന തരത്തിലാണ്. അങ്ങനെയുള്ള ഒരുവൻ താൻ ദൈവത്തിൻ്റെ സ്വത്താണെന്ന് ഒരുപക്ഷെ ചിന്തിക്കുകയും താൻ അവനെ സ്നേഹിക്കുന്നുവെന്ന് പറയുക പോലും ചെയ്തേക്കാം. പക്ഷേ ഇതൊരു വ്യാമോഹമാണ്. പാപിയായ ഒരു മനുഷ്യൻ്റെ മനസ്സിന് സ്വയം മാറ്റമുണ്ടാകുകയോ അതൊരിക്കലും ദൈവത്തെ അനുസരിക്കുകയോ ചെയ്യുകയില്ല. ഒരു വ്യക്തി ദൈവത്തെ അനുസരിക്കുവാൻ തുടങ്ങണമെങ്കിൽ അവനിൽ സമൂലമായ ഒരു മാറ്റം സംഭവിച്ചിരിക്കണം. ദൈവാത്മാവ് അവൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് അവന് പുതുജീവൻ നൽകുകയും അവൻ്റെ ചിന്തകൾക്ക് മാറ്റം വരുത്തുകയും ചെയ്യും. ഇതുകൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. അവൻ വളരെ ഭക്തനായിരിക്കാം, സന്മാർഗിയായിരിക്കാം, വിദ്യാസമ്പന്നനായിരിക്കാം, ദൈവിക പ്രമാണങ്ങൾ അനുസരിക്കുവാൻ ശ്രമിക്കുന്നവനുമാകാം. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് കൂടാതെ ഇവയെല്ലാം പാപവും മരണയോഗ്യവുമാണ്. ഇത് ഒരിക്കലും ദൈവത്തിന് സ്വീകരിക്കുവാൻ കഴിയുന്നതായ കാര്യങ്ങളല്ല. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ശരീരത്തെ പറ്റിയുള്ള ചിന്ത പോലെ അതിനേക്കാൾ അപ്പുറമായി ആത്മാവിനെക്കുറിച്ചുള്ളൊരു ചിന്ത ഗൗരവമായി നമുക്ക് ഉണ്ടായിരിക്കണം. ആ സമർപ്പണത്തോടുകൂടെ നമ്മുടെ ഇന്നത്തെ ധ്യാന ചിന്തകൾ നമുക്ക് അവസാനിപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിന് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ഞങ്ങളിൽ നൽകിയിരിക്കുന്ന ആത്മാവിനെക്കുറിച്ചുള്ള ഒരു വലിയ ആത്മഭാരം ഞങ്ങൾക്ക് നൽകണമേ. നശ്വരമായ ശരീരത്തെക്കാളധികമായി നിത്യമായ ആത്മാവിനെക്കുറിച്ചുള്ള ആത്മബോധം ഞങ്ങളിൽ നൽകണമേ. ഇന്നത്തെ പകലിനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.